ടൈം പച്ചുവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. രാവിലെ സൂര്യനൊക്കെ ഉദിച്ചിങ്ങനെ വരികയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ സമയമായി നിൽക്കുന്നു. മാളോ, നമുക്ക് എന്താണെന്ന് കാപ്പി? ഇന്ന് ഇഡ്ഡലിയാണ് ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. തക്കാളി ചമ്മന്തി. ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേറെ കൂടുതലായിട്ട് ഒന്നും തന്നെ വേണ്ട. ഒരു തക്കാളി എടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒരു അടിയടിച്ച് കുറച്ച് ഉപ്പും പിന്നെ ഇച്ചിരി ഒന്ന് കടുകൊക്കെ താളിച്ചെടുക്കുന്നു. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള കൂടി എടുക്കുകയാണ്. നേരത്തെ ഞാൻ സവാളയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു സവാള, കുറച്ച് കറിവേപ്പില, മല്ലിയില. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ കണക്കിന് പാകത്തിനായിട്ടുള്ള ഒരു ചട്നി അല്ലെങ്കിൽ ചമ്മന്തി നമ്മളിപ്പോൾ റെഡിയാക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ചൂടോടെ ഇഡ്ഡലിയും ഈ ചട്നിയും കഴിക്കുന്ന കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം ഇതിനെ നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. സിമ്പിളാണ്, വെറും 2 മിനിറ്റത്തെ പരിപാടിയുള്ളൂ. നമുക്കപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താലോ? ഓക്കെ, നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഹായ് പറ. ഹായ്. അപ്പൊ നമ്മള് ഈ ചമ്മന്തിക്ക് ഒരല്പം എരിവ് കൂട്ടുന്നതിനായിട്ട് ഒരു പച്ചമുളക് കൂടി ഇതിനകത്തേക്ക് ചേർത്തിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇപ്പോൾ ഇതിനകത്ത് സവാള, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഒരു പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ഈ ജാറിനകത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിനെ മിക്സിയിലിട്ട് ഒരു റൗണ്ട് കറക്കിയെടുത്തതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ചൂടാക്കി അതിലൊരല്പം കടുകൂടെ ഒന്ന് താളിച്ച് ഈ ചമ്മന്തി നമുക്ക് ഫൈനൽ സ്റ്റേജിൽ എത്തിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇതാ ഇപ്പോൾ മിക്സിയിലേക്ക് ഇവനെ ഒന്ന് കറക്കി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ചട്നി ഇതാ ഈ പരുവത്തിൽ നമ്മൾ ചട്നി ആയിട്ടില്ല, അരച്ചെടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് തക്കാളി, മുളക്, പിന്നെ സവാള, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. അപ്പൊ ഇത്രയായിട്ട് ഇതാ നമ്മുടെ ചട്നി ഈ പരുവത്തിലാക്കിയിരിക്കുകയാണ്. Come one in a dozen, the other 11 get something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I seek what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. I'm just as surprised as you.
അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടു. അതിനുശേഷം നമ്മുടെ ഒരല്പം മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് അടിച്ചെടുക്കുന്ന എത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തക്കാളി ചട്നി ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി തന്നെയാണിത്. ഓക്കെ, നമ്മുടെ ഈ ചട്നി തീർച്ചയായിട്ടും നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ എന്തായാലും ഞാനിതാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ. 2 ഇഡ്ഡലിയും ഇച്ചിരി ചട്നിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റ്. ഇഡ്ഡലിയുടെ കൂടെയും നമുക്ക് ദോശയുടെ കൂടെയൊക്കെ ഈ ചട്നി സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അപ്പോൾ ഇത്തരത്തിൽ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുവരേക്കും സൈനിങ് ഓഫ്. ട്രയംഫ് അച്ചീവേഴ്സ് ചാനൽ ബൈ അരുൺ. ബൈ.